നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു ചൊല്ലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അതിന് വഴിയിൽ തൂറി തോൽപ്പിക്കുക എന്ന് പറയും. കാരണം നമുക്ക് ഒരു വിധത്തിലും പരാജയപ്പെടുത്താൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും. നമ്മളെത്ര ഹർട്ട് ചെയ്യാലും എത്ര അപമാനിച്ചാലും വിജയിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ ഒരു വിധത്തിലും തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ പോകുന്ന വഴിയിൽ തൂറി വയ്ക്കും. അപ്പോൾ പിന്നെ അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അങ്ങനെ തോൽപ്പിക്കുന്ന ഒരു ഏർപ്പാട് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ വഴിയിൽ തൂറി തോൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു ചൊല്ലുള്ളത്. അത് നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ ഒരു വഴിയിൽ തൂറി തോൽപ്പിക്ക് നടക്കുന്നുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അത് വേറെ ആരെയുമല്ല, ഇത്രയേറെ അപമാനങ്ങളും ഇത്രയേറെ പിടിച്ചുകെട്ടലുകളും കേസുകളുമൊക്കെ EDയുമൊക്കെ വിട്ട് വേട്ടയാടിയിട്ടും BJPയെ പരാജയപ്പെടുത്തി മൂലക്കിരുത്തിയ രാഹുൽ ഗാന്ധിയെ വഴിയിൽ തൂറി തോൽപ്പിക്കാനാണ് സംഘപരിവാര ശക്തികളുടെ ശ്രമം. വേറൊന്നുമല്ല, നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ ചർച്ച നടത്തിയപ്പോൾ ആദ്യം അദ്ദേഹത്തിന് മൈക്ക് അനുവദിച്ചില്ല. പിന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ സമരകോലാഹലങ്ങളെ തുടർന്ന് സ്പീക്കർ അദ്ദേഹത്തിന് മൈക്ക് അനുവദിച്ചു. അദ്ദേഹം സംസാരിച്ചു തുടങ്ങുമ്പോൾ പെട്ടെന്ന് മൈക്ക് ഓഫ് ചെയ്തു. അതാണ് പറയുന്നത്, രാഹുലിൻ്റെ ശബ്ദം ജനങ്ങൾ കേൾക്കുന്നുണ്ട്, അദ്ദേഹത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല എന്ന തോന്നൽ സംഘികൾക്കുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ വഴിയിൽ തൂറി തോൽപ്പിക്കുന്നതിന് തുല്യമായ നടപടിയായ മൈക്ക് ഓഫ് ചെയ്ത് വെച്ചു. എൻ്റെ പ്രിയപ്പെട്ട സംഘികളെ, അയാൾ വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ്. ജനങ്ങളുടെ ഇടയിൽ ഡയറക്റ്റായിട്ട് ഇറങ്ങി ഇന്ത്യയിലെ ഓരോ ഗ്രാമാന്തരങ്ങളും കയറി ഇറങ്ങി ജനങ്ങളുടെ സങ്കടങ്ങളിലും ദുഃഖങ്ങളിലുമൊക്കെ കണ്ടറിഞ്ഞ് അയാൾ കൊണ്ട വെയിലും മഞ്ഞുമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ തിരിച്ചുവരവിന് കാരണമായത്, ഇന്ത്യൻ ഭരണഘടനയുടെ നിലനിൽപ്പിന് കാരണമായിട്ടുള്ളത്. എത്ര വേട്ടയാടി, എത്ര കേസുകൾ അയാൾക്കെതിരെയുള്ള അയാളെയും അമ്മയും 48 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് ചോദ്യം ചെയ്തു. നിങ്ങളെ മാധ്യമങ്ങൾ അയാളെ പപ്പു എന്ന് വിളിച്ച് കളിയാക്കി. അയാളെപ്പോലെ ഒരു വാക്ക് പോലും പ്രസംഗിക്കാൻ കഴിയില്ലാത്ത നിങ്ങളുടെ നേതാവിനെ നിങ്ങൾ വലിയ മഹാനാക്കി. മഹാത്മാഗാന്ധി സിനിമ കണ്ടപ്പോഴാണ് മഹാത്മാഗാന്ധിയെപ്പറ്റി ലോകത്തിന് മനസ്സിലാകുന്നതെന്നുള്ള വിഡ്ഢിത്തരം വിളമ്പിയ ഒരു പ്രധാനമന്ത്രിയെ നിങ്ങൾ അങ്ങ് മഹാനാക്കി. പക്ഷെ ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞു കേട്ടോ, നിങ്ങളെ മൂലക്കിരുത്തി. കേരളത്തിലേക്ക് വന്ന് മഹാനായ മോഡി പറഞ്ഞെന്താ, ഇത്തവണ 400 കിട്ടിയോ? കിട്ടിയില്ല. ചില സ്റ്റേറ്റുകളിലൊക്കെ ചില അടിവാറിലൊക്കെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ത്യ മുന്നണി 299 സീറ്റിന് മുകളിൽ പോയിട്ടുണ്ടായിരുന്നേ. പക്ഷേ ചില അപചയങ്ങൾ ആ മുന്നണിക്ക് ഉണ്ടായതിൻ്റെ പേരിലാണ് 238 സീറ്റിലൊക്കെ ഒതുങ്ങിപ്പോയത്. നിങ്ങൾ കാണിക്കുന്ന ഇപ്പോൾ പുതിയ 3ാം മോഡി സർക്കാർ അധികാരത്തിൽ വന്നല്ലോ, അത് ശാശ്വതമല്ല. കാരണം മഹാരാഷ്ട്രയിലും ബീഹാറിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതോടുകൂടി അവിടെയുള്ള BJP അനുകൂല സർക്കാരുകൾ നിലം പൊത്തുകയും അവിടെ മഹാരാഷ്ട്രയിൽ അവശേഷിച്ച ശിവസേന വിഭാഗം ഉദ്ധവ് താക്കറയുടെ ശിവസേന ലയിക്കുകയും അവിടെയുള്ള MP മാർ ഇന്ത്യാപക്ഷത്തെയും തുടർന്ന് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിതീഷ് കുമാർ വീഴുകയുമൊക്കെ ചെയ്യുമ്പോൾ ഈ MP മാരൊക്കെ തിരിച്ച് ഇന്ത്യാപക്ഷത്തെത്തും. നിങ്ങളുടെ ഈ ഞാഞ്ഞിലും സർക്കാർ തലയും കുത്തി താഴെ വീഴും. അപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും. അയാളെ വഴി തൂറി തോൽപ്പിക്കാനും നിൽക്കണ്ട, അത് നടക്കുന്ന കാര്യമല്ല. കാരണം അയാൾ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തീക്കനലിൽ ചവിട്ടി മുന്നോട്ട് നടന്ന വ്യക്തിയാണ്. ജയ് ഹിന്ദ്, ജയ് സംവിധാൻ.